പറയാൻ കഴിയോ 17-കാര്, പറയാൻ കഴിയോ 18-കാര്, പറയാൻ കഴിയോ +2-കാര്. ഇതേവരെ ഒരു പരപുരുഷന്റെ വിരൽ പുച്ഛം പോലും എന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല. ഞാൻ പരിശുദ്ധയോ. ഇതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി. അല്ലാഹു നിന്നെ പരിശുദ്ധയാക്കി മറിയമേ. മറിയം പരിശുദ്ധയാണ്. ഇവിടെ തടിച്ചുകൂടിയ വല്ല എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന, MBBS പഠിക്കുന്ന, +2 പഠിക്കുന്ന, പ്രായബുദ്ധിയായ വേണ്ട കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളുണ്ട്. എന്റെ ഭർത്താവല്ലാതെ അനുവദനീയമായി ഖുർആൻ ആരെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരല്ലാതെ അനുവദനീയമല്ലാത്ത എന്റെ ശരീരത്തിന്റെ മുഖം കാണാൻ അനുവാദമില്ലാത്ത, എന്റെ ശരീരത്തിന്റെ മുൻകൈ കാണാൻ അനുവാദമില്ലാത്ത, എന്റെ ശരീരത്തിന്റെ സൗന്ദര്യം കാണാൻ അനുവാദമില്ലാത്ത ഒരു പുരുഷന്റെ വിരൽ പുച്ഛം എന്റെ ശരീരത്തിന് തൊട്ടിട്ടില്ല എന്ന് പറയാൻ കഴിയുന്നവരെന്ന് കൈവക്കട്ടെ എന്ന് പറഞ്ഞാൽ ആധുനിക ലോകത്തിന്റെ പെണ്ണിനോട് ഞാൻ ചോദിക്കുകയാ. സെൽഫി കെട്ടിപ്പിടിച്ച് സെൽഫി എടുക്കുന്ന, വിവാഹവേളയിൽ ഇടകലന്നിട്ട് നടന്നു പോകുന്ന, കല്യാണ വീട്ടിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ, ലിംഗസമത്വം പാടില്ല എന്ന് പറഞ്ഞ മൂലിയാക്കന്മാരെ മൂരാച്ചികളാക്കി 3 മൂലയിലേക്ക് വലിച്ചെറിഞ്ഞ ആധുനിക സമൂഹത്തോട് ഞാൻ ഉറക്കെ ചോദിക്കട്ടെ, ആർക്കെങ്കിലും പറയാൻ കഴിയോ വലമിയംസസിനീ ബശർ, ഒരു അന്യപുരുഷൻ എന്നെ ഇതേവരെ തൊട്ടിട്ടില്ല. ഇന്ന് SSLCക്ക് പഠിക്കുന്ന, +2 പഠിക്കുന്ന, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന പെൺകുട്ടികളെ പോലെ സമപ്രായക്കാരായ ആൺകുട്ടികളെ കെട്ടിപ്പിടിച്ച് സെൽഫി എടുക്കുക, വിവാഹത്തിന് ഒരേപോലെ പങ്കെടുക്കുക, ഒരു കൂട്ടുകാരന്റെ സഹപാഠിയായ ആൺചെറുക്കന്റെ ബൈക്കിന്റെ പുറകിൽ പെൺകുട്ടി കയറിയിരിക്കുക. ഇതൊക്കെ പെരുമ്പാവൂരോ കണ്ണമ്പറയിലോ പരിചയമില്ല എന്ന് ഞാൻ കരുതുന്നില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഹോസ്റ്റലിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുമ്പോ ബാംഗ്ലൂരിലും ചെന്നൈയിലും ഡൽഹിയിലും അടക്കമുള്ള മെട്രോപൊളിറ്റൻ ആധുനികതയുടെ അല്ല, അത്യന്താധുനികതയുടെ അസുരഭാവങ്ങളുടെ പേക്കൂത്തുകൾ നടമാടുന്ന നാടുകളിലേക്ക് നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോ ക്യാമ്പസുകളുടെ ഉള്ളിൽ നടക്കുന്നതെന്താ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രസംഗം നാളെ വിവാദമായേക്കാം. വിവാദമായാലും വല്ലാഹി ഒരു പൂട പറിക്കുന്ന പ്രശ്നം പോലും എനിക്ക് വിട്ടില്ല. കാരണം പറയുന്നത് അല്ലാഹുവിന്റെ ദീനാണ്. ലാ യസാലു തായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ കദ്ദബഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതിയ അംറുല്ലാഹ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതുപോലെ ലാ യസാലു തായിഫത്തും മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലേതൊക്കെ പുരോഗമനവാദികൾ വന്നാലും ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ അല്ലാഹുവിന്റെ ദീൻ കൃത്യമായി പറഞ്ഞുകൊണ്ടേയിരിക്കും. വെള്ളിയാഴ്ചകളിൽ മിമ്പറുകൾ ഗർജിക്കും, വഅലിന്റെ സദസ്സിലെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് ഗർജിക്കും. ലാ യദുറുഹും മൻ കദ്ദബഹും വലാ മൻ ഖാലഫഹും, ആരവരെ എതിർത്താലും അപവാദം പറഞ്ഞാലും ട്രോളിയാലും അതവർക്കൊരു പ്രശ്നമല്ല. കാരണം അവർ അല്ലാഹുവിന്റെ ദീൻ പറയുന്നവരോ. ഈ ശബ്ദം അല്ലാഹു നൽകുന്നിടത്തോളം കാലം പടച്ചറപ്പിന്റെ നീരിന് തിരക്കാത്തതാണോ അത് പറയല് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, എങ്ങനെയാണ് ഇതൊക്കെ ഹലാലാവുക? ആധുനിക സ്ത്രീ ആദർശത്തിനും അപദയത്തിനും മധ്യേ ആദർശം എന്നത് മരിക്കുന്നത് വരെ അവസാനത്തെ ശ്വാസം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ നിന്റെ ഭർത്താവിന്റെ മടിയിൽ കിടന്ന് അവന്റെ കൈവിരലിൽ പിടിച്ചിട്ട് അല്ലാഹു നിങ്ങൾക്ക് എന്നെ ഹലാലാക്കി തന്നതാ. നിങ്ങളല്ലാതെ എന്റെ ശരീരത്തിന്റെ രോമത്തിലൊരാൾ തൊട്ടിട്ടില്ല എന്ന് നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ധൈര്യമായി പറഞ്ഞ് ഇനി ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വിട പറയാനൊരു പെണ്ണിന് കഴിയല. അതാണ് പെണ്ണെ നിന്റെ ആദർശമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്താ ആ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു നാട്ടുവർത്താനവും പറയാതെ വിഷയം മാത്രം പറഞ്ഞത്. കുറെ പറയാനുണ്ട്. പുരികം പ്ലക്ക് ചെയ്യല്, ലിപ്സ്റ്റിക് തേക്കല്, കളർ അവിടെ ഇടല്, ഹീൽഡ് ചെരുപ്പിടല്, മുടി കെട്ടിവെക്കല്, ഇതൊക്കെ അനുവദനയാണ്. ഇല്ല ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറയാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകണം. ഞാൻ ഇത് പറയാൻ വേണ്ടി ഒന്നുകിൽ പെണ്ണുങ്ങൾ എന്റെ വാദം വെക്കാൻ വരില്ലെങ്കിൽ വരൂല, രണ്ടാലൊന്നും നടക്കും. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
ഉറക്കെ പറ, ആണുങ്ങളെ ചിരിക്കേണ്ട ഇടക്ക് നിങ്ങൾക്ക് കിട്ടും. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആർക്ക് പറയാൻ പറ്റും? മറിയം പറഞ്ഞതുപോലെ ഒരു പരപുരുഷൻ എന്നെ തൊട്ടിട്ടില്ല. ഒരു പരപുരുഷൻ എന്നെ തൊട്ടിട്ടില്ല. അവന്റെ ഒരു വിരൽ പുച്ഛം എന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല. അപ്പൊ പുരോഗമനവാദികളുടെ ചോദ്യം, ഇപ്പൊ അങ്ങനെയൊക്കെ നടക്കാൻ പറ്റുമോ? തൊട്ടുരുമിയാലൊക്കെ പറ്റൂന്നാണ്. ആ ഭാഗത്തേക്ക് നമുക്ക് ചർച്ചയില്ല. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ആദർശമാണ്. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ആദർശമാണ്, ആവേശമല്ല. ചോദ്യം എന്താ? ഇവിടെ രണ്ട് ഭാഗം. ചോദ്യം എന്താ? ചോദ്യം അങ്ങനെ തൊട്ടാതെയും മുട്ടാതെയും നടക്കാൻ പറ്റുമോന്ന്. ഉസ്താദെ അങ്ങനെയൊക്കെ പറ്റുമോ ഉസ്താദെ ഇപ്പൊ ജീവിക്കുമെന്ന് ചോദിച്ചാൽ തിരിച്ചൊരൊറ്റ മറുപടിയുള്ളൂ, അങ്ങനെയൊക്കെ ജീവിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ജീവിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? ഇതൊരു പെണ്ണിന്റെ വിദ്യാഭ്യാസത്തിന് തടസ്സമല്ല, അവളുടെ ജോലിക്ക് തടസ്സമല്ല. അതൊക്കെ മാന്യമായ ശരീഅത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് അവൾക്കത് ചെയ്യാനുള്ള അനുവാദം ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ചെയ്യേണ്ട വിധത്തിലായിരിക്കും. അതിന് ഇസ്ലാം ഒരു വേലിക്കെട്ട് വെച്ചിട്ടുണ്ട്. ഈ വേലിക്കെട്ട് തകർക്കാൻ നമ്മൾ ശ്രമിക്കരുത്. ഇന്ന് എത്ര പെണ്ണിന് പറയാൻ പറ്റും സെൽഫി എടുക്കൽ? സെൽഫി എടുക്കണമെങ്കിൽ തന്നെ ഒന്ന് തൊട്ടില്ലെങ്കിൽ സെൽഫി ആവൂല. രണ്ടുപേര് നിന്നിട്ട് സെൽഫി എടുത്ത്, ഏറ്റവും വലിയ പ്രശ്നം ആണും പെണ്ണും എന്നുള്ള സെൽഫിയാണ്. കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോയാൽ ആ ബാച്ചിൽ പഠിച്ച മുഴുവൻ ആണും പെണ്ണും കൂടെ ചേർന്നിരുന്ന് സെൽഫി എടുക്കുക. 30 എണ്ണം ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരു 8 മെഗാപിക്സലിന്റെ ക്യാമറ കിട്ടിയില്ലെങ്കിൽ ഒരുത്തന്റെ മടിയിൽ അവള് കയറിയിരിക്കുക, അവളുടെ മടി വേറൊരുത്തൻ കിടക്കുക. ഖിയാമ ഖൂദം വഅലാ ജുനൂബിഹിം. ഈ രീതിയിൽ നിന്നാലേ ഉള്ളൂ സെൽഫി എടുക്കാൻ പറ്റുള്ളൂ. ഇതൊന്നും ആർക്കൊരു പ്രശ്നമല്ല. ഇത് കാണുന്ന മാതാപിതാക്കൾക്ക് എന്ന ഉളുപ്പുണ്ടോ? എന്നാൽ ഈ വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കൾക്കെങ്കിലും ഇത് തെറ്റാണ് മക്കളെ എന്ന് പറയാൻ പറ്റുമോ? അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ഹലാക്കിന് ഉമ്മായും ബാപ്പാങ്ങടെ ചേർന്ന് നിന്നോടി. ആർക്കും ഇത് തെറ്റാന്ന് പറയാൻ ലം യുൻകർ, ഇതിനെക്കുറിച്ച് തിരുത്താൻ ലോകത്താരും തയ്യാറാവുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് ബാധ്യതയില്ലേ? നമ്മുടെ പെൺമക്കളുടെ കാര്യത്തിൽ നമുക്ക് ബാധ്യതയില്ലേ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാ, ഖുർആൻ ഓതുന്നു പറഞ്ഞു തന്നതുപോലെ, വലം യമസസിനി ബശറൻ, ഒരു പരപുരുഷന്റെ സ്പർശനം എനിക്ക് ഇതേവരെ ഏറ്റിട്ടില്ല. ഉസ്താദേ തട്ടാറയും മുട്ടാറയും നടക്കാൻ കഴിയോ? ഇതേ ചോദ്യം എന്റെ ചെറുപ്പക്കാരോടും എനിക്ക് പറയാനുണ്ട്. ഒരു പെണ്ണിനെ അവളുടെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കലോ ചെറുപ്പക്കാരന്റെ കടമയാ. അള്ളാനെ പേടിച്ച്, ആഖിറത്തെ പേടിച്ച്, നരകത്തെ പേടിച്ചൊരു പെണ്ണ് ജീവിച്ചാൽ ആ പെണ്ണിന്റെ വസ്ത്രവിധാനത്തെ പരിഹസിക്കുക, അവളെ പുരോഗമനവാദിയല്ലാതെ മുദ്രകുത്തുക, അവളുടെ ശരീരത്തിലേക്ക് മെട്കെട്ട് കയറുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പലപ്പോഴും സ്ത്രീകൾ പറയാറുള്ള ഒരു പരാതിയാ, എത്ര ഒതുങ്ങി ജീവിച്ചാൽ ചെറുപ്പക്കാരുടെ കടുകണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, അവരുടെ കൊത്തിപ്പറിച്ചിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ചെറുപ്പക്കാരാ, മരിക്കണ്ട മോനെ, മരണത്തെ പേടിയില്ല മോനെ, ആഖിറത്തെ പേടിയില്ല മോനെ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ചില ശൈലികളുണ്ട്. വൈകുന്നേരമാകുമ്പോൾ തിരക്കേറിയ പ്രൈവറ്റ് ബസ്സിൽ കയറാ, അല്ലെങ്കിൽ തിരക്കേറിയ റോഡുകളിൽ പോയി നിൽക്കുക. വൈകുന്നേരം സുന്ദരികളായ പെൺകുട്ടികൾ കോളേജ് വിട്ട് വരുമ്പോ, അല്ലെങ്കിൽ അവരുടെ തുണിസ്ഥാനങ്ങളിൽ നിന്ന് വരുമ്പോ, അവരുടെ ഔദ്യോഗിക സ്ഥലങ്ങളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ, മടങ്ങി പോകുന്ന സുന്ദരികളായ പെൺകുട്ടികളുടെ ശരീരത്തിന് തൊടാനും സ്പർശിക്കാനും അവരോട് കമന്റ് അടിക്കാൻ വേണ്ടി ഉളുപ്പില്ലാതെ നാണമില്ലാതെ നിൽക്കുന്ന ചെറുപ്പക്കാരാ, പലപ്പോഴും തിരക്കുള്ള പ്രൈവറ്റ് ബസ്സിലേക്ക് ഒരു ആവശ്യമില്ലാതെ ഇടിച്ചു കയറി പാവപ്പെട്ട പെണ്ണിന്റെ ശരീരത്തോട് തൊട്ടുരുമ്പി നിൽക്കുമ്പോ, അതിലൂടെ നിനക്കെന്ത് സുഖമാകിട്ടുക, അതിലൂടെ നിനക്കെന്ത് ചാരിതാർത്ഥ്യമാകിട്ടുക. തിരക്കേറിയ ഷോപ്പിംഗ് മാളുകളിലും പെൺകുട്ടികളെ തടിച്ചുകൂടുന്ന കല്യാണ വീടുകളിലും തരുണീമണികളായ സുന്ദരികളായ പെൺകുട്ടികൾ
പെൺകുട്ടികളുടെ ശരീരത്തിൽ തൊട്ടുരുമ്മി നടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞൊരു ഹദീസ് തന്നെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, പാവപ്പെട്ട ഒക്സിനത്തുകളായ പെൺകുട്ടികൾ നടന്നു വരുമ്പോ തിരക്കേറിയ സ്ഥലത്ത് പോയി പെൺകുട്ടികളുടെ ശരീരത്തിൽ പോയി അവരെ അറിയാതെ സ്പർശിച്ച് സുഖമെടുക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് അഴുക്ക് ജാലിൽ ചത്തുകിടക്കുന്ന പന്നിയുടെ മാംസമെടുത്ത് ഭക്ഷിക്കുന്നതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. തിരക്കുള്ള സമയത്ത് പെൺകുട്ടികളുടെ ശരീരത്തിലൂടെ തൊട്ടുരുമ്മി നടക്കുന്നതിനേക്കാൾ ചെറുപ്പക്കാരാ കാട്ടത്തിൽ ചത്തുപുടുത്തു കിടക്കുന്ന പന്നിയുടെ ശരീരത്തിന് തൊട്ടിട്ട് സുഖമെടുക്കുന്നതാണ്. അതിനേക്കാൾ നിനക്ക് നല്ലതെന്ന് സ്ത്രീയുടെ മാനത്തിന് ലോകത്ത് സംരക്ഷണം കൊടുക്കാൻ പറഞ്ഞുവിട്ട ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മുസ്ലിം ചെറുപ്പക്കാരാ, നിന്നെ ആദർശമേണെന്നറിയോ? ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ കോളേജിന് മുമ്പിൽ പെൺകുട്ടികളുടെ ഇടയിൽ തിരക്ക് കൂടിയിട്ട് അവരുടെ ഈമാനിനെ പോലും നഷ്ടപ്പെടുത്താൻ പാടില്ല. കല്യാണം നടക്കുന്ന വേദിയിൽ അവന് സ്ത്രീകളോട് അഹിതകരമായി, അപ്രിയകരമായി, അപമാനകരമായി പെരുമാറാൻ പാടില്ല എന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പെങ്ങളെ, അതോടൊപ്പം തന്നെ നിന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരാവശ്യവും നിനക്കുണ്ടാവാൻ പാടില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.